ഞാൻ അജീഷ്. ചായക്കടയുടെ റമളാൻ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ചായക്കടയുടെ സ്പെഷ്യൽ വിഭവങ്ങളെ പറ്റിയാണ്. അപ്പോൾ എന്താണ് റമളാനിലെ ചായക്കടയുടെ സ്പെഷ്യൽ വിഭവങ്ങളെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ചായക്കടയുടെ നോമ്പുതറ. ഇത് നോമ്പുതുറയുടെ ചെറിയൊരു സാധനം മാത്രമാണ്. ഓരോ ദിവസം മെനു മാറും. പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇഫ്താർ കിറ്റുണ്ട്. നമ്മൾ നോയമ്പിന് നമ്മൾ ഇഫ്താർ കിറ്റ് എന്നും പറഞ്ഞ് ഒരു കിറ്റ് ഇറക്കിയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 17 ഐറ്റം നമ്മളെ നാട്ടിലെ എണ്ണക്കടികളും ബാക്കിയുള്ള കാര്യങ്ങൾ, കട്ട് ഫ്രൂട്ട്സ്, നെയ്ച്ചോറ്, ചിക്കൻ, കോഴിക്കറി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ എല്ലാവർക്കും ഫ്രീ ഉള്ള സമയത്ത് ഫാമിലി ആയിട്ടൊക്കെ ഒത്തുകൂടി നോയമ്പൊക്കെ തുറക്കാറുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നാട്ടിലെ പഴംപൊരി ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് തന്തു ഗ്രില്ല് ഐറ്റം. നോയമ്പ് തുറക്കുമ്പോൾ തോനെ എണ്ണക്കടികൾ കഴിക്കാൻ കുറേ ജിമ്മിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്കൊന്നും എണ്ണക്കടികൾ തോനെ പറ്റൂല. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ഗ്രില്ല് ഐറ്റംസ് ഉണ്ട്, പിന്നെ റൊട്ടിയുണ്ട്. ഇങ്ങനെ ഇതൊക്കെയാണ്. ബാക്കി പറ, ഓരോരുത്തര വിശേഷങ്ങൾ പറയും. നോമ്പുതുറ സംഗമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ പലപ്പോഴും നമുക്കത് മിസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനൊരു സൊല്യൂഷനാണോ നമ്മൾ? പിന്നെ 100%. കാരണം ഇപ്പം നമ്മളെ തന്നെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിൽ നമുക്കിപ്പോൾ കൊല്ലത്തുള്ളവരുണ്ട്, എറണാകുളത്തുള്ളവരുണ്ട്, കാസർഗോഡുള്ളവരുണ്ട്, കണ്ണൂരുള്ളവരുണ്ട്, ഇപ്പം നമ്മൾ മലപ്പുറത്തുള്ളവരുണ്ട്. നമ്മൾ ഓരോ വട്ടം ഓരോരുത്തരെ വീട്ടിൽ നോയമ്പ് മുറിക്കുമ്പോഴും അവരവരെ സ്ഥലങ്ങളെ സാധനങ്ങൾ നമുക്ക് കിട്ടും, ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചേരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വന്ന് വർക്ക് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരുന്നത് നമുക്ക് ഈ ഒരു ഒത്തുകൂടലിനെ കൂടാൻ വേണ്ടി അവരെല്ലാവരും പെട്ടെന്ന് വരുന്നതാണ് നോമ്പ് പറഞ്ഞ സമയമാകുമ്പോൾ. പിന്നെ അത്താഴം. പിന്നെ മെയിനായിട്ട് ചായക്കടയിൽ ഇപ്പം UK ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ അത്താഴം കൊടുക്കുന്നുള്ളൂ. അത് ചായക്കടയാണ്. രാത്രി 1 മണി തൊട്ട് രാവിലെ 4 മണി വരെ നമ്മൾ അത്താഴം പ്രൊവൈഡ് ചെയ്തിരുന്നു. ബൊഫെ സെറ്റപ്പിലാണ് പ്രൊവൈഡ് ചെയ്തത്. ചെറിയ ക്യാഷിന് ഒരു 10.99. നമുക്ക് മെയിനായിട്ട് അതിൽ നിന്നൊരു കാശ് വരണമെന്നല്ല. ഇങ്ങനെ ഇപ്പം കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം നോയമ്പൊക്കെ പിടിച്ച് അവർക്ക് ചിലപ്പോൾ അത്താഴം കഴിക്കാൻ ചിലപ്പോൾ അത്രയും ഫണ്ട് ഉണ്ടായെന്ന് വരില്ല. അപ്പം അവർക്ക് ചെറിയ രീതിയിൽ നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കുക. 10.99 നമ്മൾ ഏകദേശം 10-12 ഐറ്റം ഉള്ള ഒരു അത്താഴം പ്രൊവൈഡ് ചെയ്തിരുന്നു ഒരു മാസത്തേക്ക്. അത് ഒരു ബ്രാഞ്ചിൽ മാത്രമേ ഉള്ളായിരുന്നു. അത്യാവശ്യം നല്ല ബിസിയൊക്കെ ആയിരുന്നു അവിടെ. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് നോയമ്പ് തുറയുടെ വിശേഷങ്ങൾ. ഡിമാൻഡ് ഇപ്പം വലിയ ഡിമാൻഡ് ഉണ്ടെന്ന് നമ്മൾ പറയില്ല. കാരണം ഇവിടെ എല്ലാ പള്ളികളിലും എല്ലാവരും ആഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാലും മെജോറിറ്റി സ്റ്റുഡൻസിന് അതൊരു ഭയങ്കര ബെനിഫിറ്റാണ് ഇങ്ങനെ പള്ളികളിൽ ഫുഡ് കൊടുക്കുമ്പം. പിന്നെ കുഴപ്പമില്ല, ഫാമിലിയുടെ ഒരു റെസ്പോൺസൊക്കെ നല്ലതാണ്. എന്നാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അത്താഴം ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഈ ഗിഫ്റ്റും ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. കിറ്റും ശരിക്ക് കിറ്റ് പോയി. ഡെയിലി നമുക്ക് നല്ല രീതിയിൽ തന്നെ കിറ്റിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. കാരണം മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ ഐറ്റങ്ങൾ അവർക്കുണ്ട്. ഇപ്പം ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം. ഇപ്പം നമ്മൾ നോയമ്പ് സമയത്ത് വേറൊരു വീട്ടിലേക്ക് നമ്മളിങ്ങനെ ഫുഡൊക്കെ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കും, ഒരു സ്നേഹസൂചകമായി. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു. ഈ കിറ്റ് ഇങ്ങനെ കൊടുക്കുമ്പം അവർക്ക് ഇങ്ങനെ ഒരു പ്രീമിയം പാക്കേജിങ്ങിൽ ആ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഫുഡ് ഒക്കെ കൊണ്ട് ഓക്കെയാണ്. നാട്ടിലെ നോമ്പ് തുറയും ലണ്ടനിലെ നോമ്പ് തുറയും പറഞ്ഞോ. നാട്ടിലെ നോയമ്പ് തുറയും ലണ്ടനിലെ നോയമ്പ് തുറയും വ്യത്യാസമുണ്ട്. എന്നാലും അത് ഫീൽ ചെയ്യാത്ത രീതിയിൽ നമ്മളത് 100%. ഞങ്ങളിങ്ങനെ 100%. എന്നാലും ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യുമെങ്കിലും ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളത് മിസ് ചെയ്യാതെ ഇങ്ങനെ അങ്ങ് പോകും. 100%. മെജോറിറ്റി നമ്മൾ എല്ലാ ദിവസവും ഒത്തുകൂടി ആണ് നോമ്പ് മുറിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ പലരെയും തിരക്കുകൾ കൊണ്ട് ചില ദിവസങ്ങളിൽ പറ്റാറില്ല. പിന്നെ എല്ലാവരും ഓരോരുത്തരും ജോലിക്കൊക്കെ ആയിട്ട് വന്നില്ല. അതാണ്. അതുകൊണ്ട് പഴംപൊരി ഉണ്ട്, സമൂസ ഉണ്ട്, ചിക്കൻ വിങ്സ് ഉണ്ട്, ലാം ചോപ്സ് ഉണ്ട്, നാനുണ്ട്, ബട്ടർ നാൻ ഉണ്ട്, ബത്തക്ക ജ്യൂസ് ഉണ്ട്. ഒരുവിധം നമുക്ക് കൊണ്ട് ചേർക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. അതാണ്, നോമ്പ് തുറക്കണമെങ്കിൽ എല്ലാവരും നേരെ ചായക്കടയിലോട്ട് വിട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് റമളാൻ സ്പെഷ്യൽ വിഭവങ്ങളുടെ വിശേഷങ്ങളാണ്. പുതിയൊരു കാഴ്ചയും വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.